എവിടുന്ന് തുടങ്ങി? കാസർഗോഡ് തുടങ്ങി കന്യാകുമാരി പോയി. കന്യാകുമാരി തിരിച്ച് കാസർഗോഡ്, കാശ്മീരെത്തിയാ പോവാ. ഈ കോളത്തിൽ തന്നെ ഇതന്നെ ചവിട്ടിട്ട് പോകും. എത്ര സൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? കാസർഗോഡ് തുടങ്ങിയിട്ട് നോക്കലാണെങ്കിൽ 3 മാസത്തിന് മുകളിലായി. അതെയാ? കന്യാകുമാരി തുടങ്ങിയിട്ട് നോക്കലാണെങ്കിൽ കറക്റ്റ് 52 ഈ ഒരു കണ്ടീഷനിൽ ബോഡി പെയിൻ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല? ബോഡി പെയിൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. കാരണം നോർമലി സൈക്കിൾ ഓടിക്കുന്ന പോലെ അല്ലല്ലോ. പിന്നെ ഇതെന്റെ ഒരു ആഗ്രഹമാണ് അവിടെ എത്താന്നുള്ളത്. പിന്നെ ഞാൻ അതിനൊരു വില കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ നടക്കും തരും. അങ്ങനല്ല, നമുക്ക് പെയിൻ ഉണ്ട് വിചാരിച്ചാൽ എന്തായാലും പെയിൻ ഉണ്ടാവും. നമുക്കൊന്നുമില്ല വിചാരിച്ചാൽ ഒന്നുമില്ല. ഞാൻ ഓക്കെ ഇങ്ങനെ പോകുന്നത്. അറിയാ, ഇത് ഏകദേശം ഒരു കിലോമീറ്റർ എത്താൻ ഏകദേശം എത്ര ടൈം എടുക്കുന്നുണ്ട്? 1 കിലോമീറ്റർ എത്താൻ 15 മിനിറ്റ്. അത് റോഡിനനുസരിച്ചിട്ടാണ്. ഏറ്റാണെങ്കിൽ അത് കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ 10 മിനിറ്റ് എല്ലാം മതി. സാധാ സൈക്കിൾ ഒന്നുമില്ല, പക്ഷേ സ്പീഡ് കുറവായിരിക്കും. നിങ്ങൾ 11 മിനിറ്റല്ല പോകുന്നത്, അതേ സ്പീഡ് തന്നെ ആയിരിക്കും. ഞാൻ കയറ്റുന്നതിൽ ഇറക്കുന്നതല്ല, ഒരേ സ്പീഡായിരിക്കും. എന്താ പേര്? നല്ലൊരു സംഗീതം. നാളെ ഇവിടെ കണ്ണൂർ ഞങ്ങൾ ഇവിടെ തന്നെ ആളാ. ഞങ്ങൾ ഇവിടെ തന്നെ. ഇവരൊക്കെ നിങ്ങളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെ കണ്ണൂരാരാ? കണ്ണൂർ ഇവിടെ വെച്ചോ, കണ്ണൂരിലോ മറ്റോ പാലക്കാട് തൊട്ടാണ്. എൻ്റെ പേര് സനീദ്. ഞാൻ കണ്ണൂർ ശ്രീകണ്ഠാപുരം. അല്ലേ? ഇവനും ശ്രീകണ്ഠാപുരം തന്നെയാണ്. രണ്ടാളും ശ്രീകണ്ഠാപുരം അല്ല, ഇവൻ ശ്രീകണ്ഠാപുരം. താഹിർ നായർ. കാസർഗോഡ് കന്യാകുമാരിയിലേക്ക് എത്ര നാളെടുത്തത്? 33 ദിവസം. എന്നിട്ടൊരു 21 ദിവസത്തെ ബ്രേക്ക് എടുത്തു. രണ്ടാമത് ആദ്യം സ്റ്റാർട്ട് ചെയ്തു കന്യാകുമാരി തന്നെ. കന്യാകുമാരി തിരിച്ചിപ്പോ കാശ്മീരിലേക്ക്. ഏകദേശം എത്ര നാള് എത്തും? 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കണം എന്നാണ് ആഗ്രഹം. ഇവർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഇവരുടെ കൂടെ. കണ്ണൂർ ശ്രീകണ്ഠാപുരം, ഇവര് പാലക്കാട് പട്ടാമ്പി. അപ്പൊ ഇവരെന്താണ് ആ ഒരു ഒറ്റ ടയർ പിന്തുടരാത്ത? അത് ഞാൻ 9 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ സ്റ്റണ്ടിലേക്ക് ഫോക്കസ് ചെയ്യാത്ത ആൾക്കാരാണ്. അവരെ മെയിനായിട്ട് വരുന്ന വെച്ചാൽ ഫുട്ബോള് ഒക്കെയാണ്. ശരിക്കും ബോഡി പെയിൻ അങ്ങനെ വരുന്നുണ്ടോ? ബോഡി പെയിൻ ഇതുവരെ ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഉണ്ടാവുമോന്ന് അറിയില്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു അതായിട്ട് ഒത്തുപോലെ. ഇങ്ങനെ ഒരു യാത്രക്ക് ഒരു പ്രചോദനം ഉണ്ടോ? പ്രചോദനമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ പോകാന്നല്ല, അവിടെ എത്താന്നില്ല. ഗിന്നസ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡാണ്. പക്ഷെ ഇത്ര കിലോമീറ്റർ ചെയ്യുന്നത് ഈ ലോകത്തിന് ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര കിലോമീറ്റർ പോകുന്നത്. പക്ഷേ എന്താ പറയാ, അതിനും പൈസ കൊടുക്കണം എന്നാണ് കേട്ടത്. ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും. അപ്ലൈ ചെയ്യാൻ 10,000 രൂപ അങ്ങനെ മതി. പക്ഷെ നമ്മളെ പേരിലേക്ക് വരാനും വേറെ അവർ വന്ന് ഇവിടെ വരുന്നതിന്റെ എക്സ്പെൻസ് ഒക്കെ നോക്കലാണെങ്കിൽ ഏകദേശം നല്ല ഒരു എമൗണ്ട് ആവുന്ന പറഞ്ഞു. എൻ്റെ അറിവിൽ 1.5 പക്ഷെ ഇതിനിടക്ക് വേറൊരു ടീമിനോട് ഈശ്വരം അവർ ഗിന്നസ് റെക്കോർഡിന് അവർ ചിലവായത് 15 ലക്ഷം രൂപ ആയിരുന്നു പറഞ്ഞു. ശരിക്കും എങ്ങനെ ഇതിന്റെ വരുമാനം ഇതിന്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളും എങ്ങനെ കണ്ടെത്തും? നമ്മൾ 3 പേര് ഷെയർ ഇട്ടിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ചില ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവര് എന്താ പറയാ, എന്തിനാ ചെയ്യുന്നത് നമുക്കല്ല, പക്ഷെ അവരാ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുവരെ അത് യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷെ അത് നമ്മളെ സ്റ്റോറേജ് ഫുള്ളാവുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോ അതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് മെമ്മറീസിന് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നല്ലാതെ നമ്മളത് വലിയ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം തന്നെ കണ്ടിട്ടുണ്ടാവില്ല, വരുന്ന സമയത്ത് ഞാൻ ക്യാമറ ഒന്നും വെച്ചില്ല. ഇത് ഫോൺ വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് പോകുന്നത്, മൈൻഡൊക്കെ സെറ്റ് ആവുന്നത്, അന്നേരം മാത്രമേ. അപ്പൊ ഇനി കാശ്മീർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കാശ്മീരല്ല നമ്മൾ ടാർഗറ്റ്. നമ്മള് നല്ലൊരു സ്പോൺസർ എല്ലാം കിട്ടലാണെങ്കിൽ ഇതൊരു വേൾഡ് ടൂർ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ വരെ എത്തി. ഇനി അങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് എത്തുന്നുള്ളൊരു വിശ്വാസമുണ്ട്. കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടിലുകൊണ്ട് ഇവിടം വരെ ഒരു കുഴപ്പമില്ല. കാശ്മീർ ശരിക്കും എപ്പോൾ എത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തിരക്കൊന്നുമില്ല.
എപ്പോഴാണ് എത്തുന്നത്? ഒരു 6 മാസമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്. ഡെയിലി ഒരു ഏകദേശം എത്ര മണിക്കൂർ? 40-50 കിലോമീറ്റർ. 40 കിലോമീറ്റർ ഡെയിലി എടുക്കും അല്ലേ? 40-50-60, ചിലപ്പോൾ 5 കിലോമീറ്റർ ആയിരിക്കും. നമ്മളെ മൂഡിനനുസരിച്ച് എന്തായാലും 40-50 ഒക്കെ ഉണ്ടാവും. 50-60, ഏറ്റവും ഹയസ്റ്റ് 60. രാത്രി ഡ്രൈവ് ഉണ്ടോ? രാത്രി ടെന്റ് അടിക്കാൻ സ്പോട്ട് കിട്ടിയില്ല, രാത്രി ഡ്രൈവ് ചെയ്യും. കാശ്മീരിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.